എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓഫീസിൽ കുറച്ചധികം പണിയുണ്ടായതിനാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ഒത്തിരി വൈകി. വീരിക്കുട്ടൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആദ്യം കരുതി എന്നെ കാണാത്തത് കൊണ്ടായിരിക്കുമെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് ചേട്ടൻ അവനെ കൊണ്ട് മുടി പറ്റയടിപ്പിച്ചു. കുഞ്ഞ് അതിൻ്റെ വിഷമത്തിലാണ്. 2 ദിവസം കൊണ്ട് മുടി പഴയ പോലെ ആകുമെന്ന് കരുതി നാളെ സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞാണ് അടുത്ത കരച്ചിൽ കൂടിയതോടുകൂടി ഞാൻ അവന് തൊപ്പിദോശ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും കരച്ചിലൊക്കെ അങ്ങ് മാറി. ബാക്കി പണികളൊക്കെ തീർത്ത് കുറച്ച് വൈകിയാണ് തൊപ്പിദോശ കഴിക്കാനായി പോയത്. അച്ചമ്മയ്ക്ക് തുണി തയ്ക്കാനുണ്ടായിരുന്നു. ആ പണി തീരാതെ അച്ചമ്മ അവിടെ നിന്നും എഴുന്നേൽക്കില്ല. അതുകൊണ്ട് തന്നെ അച്ചമ്മ വന്നതുമില്ല. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായി കൂടുതലും പോകാറുള്ളത് ഇടപ്പള്ളിയിലുള്ള ശരവണ ഭവനിലാണ്. നഗരത്തിനോട് ചേർന്ന് നല്ല വൃത്തിയിൽ വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് വിളമ്പുന്ന നല്ലൊരു ഹോട്ടൽ. എപ്പോൾ പോയാലും ഞങ്ങൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിഷ് പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചെല്ലുന്നതിനാവാം അവർ കയറിയിരിക്കാൻ പറഞ്ഞു. നൈസുവും വീരും തൊപ്പിദോശയാണ് വാങ്ങിയത്. ദോശയും ചമ്മന്തിയും വീരുവിൻ്റെ ഫേവറേറ്റ് ആണ്. ചമ്മന്തിയിൽ മുക്കി ആസ്വദിച്ച് കഴിക്കുകയാണ്. നൈസുവിനാകട്ടെ ദോശയും ചമ്മന്തിയും സാമ്പാറും കൂട്ടി കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. വീരിക്കുട്ടൻ ഇനിയും ദോശ വേണം. അങ്ങനെ 2 തട്ടുദോശ എക്സ്ട്രാ വാങ്ങി. ഞാൻ ചപ്പാത്തിയും ചേട്ടൻ മസാല ദോശയും വാങ്ങി. ഇവിടുത്തെ ചപ്പാത്തി മൃദുവും ടേസ്റ്റുമാണ്. കറി വേണമെന്നില്ല. എന്നാലും കൂടെ കിട്ടുന്ന വെള്ളക്കടലക്കറിയും സാലഡും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ചേട്ടൻ്റെ മസാല ദോശയിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. മസാല ദോശ നമുക്ക് എന്നും ഒരു ഹരമാണല്ലോ. ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അവർ അവരുടെ ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വീരിക്കുട്ടൻ്റെ വിഷമമൊക്കെ മാറി. വീരിക്കുട്ടനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അച്ചമ്മയ്ക്കുള്ള പാഴ്സലും വാങ്ങി തിരികെ വീട്ടിലേക്ക്. എങ്കിൽ എല്ലാവർക്കും ശുഭരാത്രി. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.